ഇന്നത്തെ വീഡിയോ ഒരുപാട് സങ്കടവും കരച്ചിലൊക്കെ നടന്ന ദിവസത്തെയാണ് കേട്ടോ. ഇതിൻ്റെ ചെറിയ ആങ്ങളാണ്, ചെറിയ കാക്കു ഗൾഫിലോട്ട് പോകുന്ന ദിവസത്തെ ചെറിയ പെട്ടികെട്ടലും ഒരുക്കങ്ങളൊക്കെ ആയിട്ടാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴും ഞാനിത് അപ്ലോഡ് ചെയ്യില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു. പിന്നീട് കാണുമ്പോൾ ഒരു ഓർമ്മയായിരിക്കും എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാനിത് അപ്ലോഡ് ചെയ്യണത്. ഞങ്ങൾ 4 മക്കളാണുള്ളത്. അതിൽ ചെറിയ ആങ്ങളയാണ് കേട്ടത്. എനിക്കെല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കണത് കാണാനാണ് കേട്ടോ ഇഷ്ടം. ആരെങ്കിലും സങ്കടപ്പെട്ടിരിക്കണം കണ്ടാൽ എനിക്ക് ആദ്യം വേഗം കരച്ചിൽ വരും. ഞാൻ എന്തൊക്കെയോ സംസാരിച്ച് നിങ്ങൾക്ക് ലാഗ് അടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഞാൻ എൻ്റെ കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത്. ഞങ്ങളുടെ ഈ സ്നേഹം എന്നും മരണം വരെ നിലനിൽക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അധികം സംസാരിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണില്ല കേട്ടോ. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കൊണ്ടുപോകാനുള്ള ഇറച്ചി കഴുകി നുറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കൊണ്ടുപോകാനുള്ള ഇറച്ചി ആയത് കാരണം കൊണ്ട് തന്നെ നല്ലോണം വെള്ളമില്ലാതെ മൊരിയിപ്പിച്ചെടുക്കുകയാണ്. ഇറച്ചിയിൽ നന്നായിട്ട് മസാലയൊക്കെ ഇട്ടതിന് ശേഷം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. രാത്രി 11 മണിക്കാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ പോകുമ്പോൾ ഇടാനുള്ള ഷർട്ട് ഞാൻ തേച്ചുകൊണ്ടിരിക്കുകയാണ്. സാലി പറയുന്നുണ്ട് അത് അയൺ ചെയ്യണ്ട, അത് ചുളുക്കൊന്നുമില്ല എന്നുള്ളത്. പക്ഷെ ഞാനെന്നാലും തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ സാലി എന്ന് പറയുന്നത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും എൻ്റെ താഴെയാണ് ഉള്ളത്, എൻ്റെ മേലുള്ള ആളാണ് കേട്ടോ. ഞാൻ ചെറുതാണ്. ഞാൻ ചെറുപ്പം മുതലേ പേര് വിളിച്ച് അങ്ങനെ ശീലിച്ച കാരണം എനിക്കത് മാറ്റാൻ കഴിയുന്നില്ല. ഇതൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് കേട്ടോ. മിച്ചറ്, ചിപ്സ്, കായ വറുത്തത്, പച്ചക്കായ, പച്ചമാങ്ങ, ഹൽവ, അച്ചാർ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നാട്ടിൽ ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഗൾഫിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രവാസികൾക്ക് അതൊരു ഇഷ്ടം തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ റൂമിൽ എൻ്റെ കുഞ്ഞാമ്മാൻ്റെ മകനും കൂടെ ഉണ്ട് കേട്ടോ, നിയാസ് എന്ന് പറയും. അവർ തമ്മിൽ ഒരുമിച്ചാണ് കേട്ടോ റൂമിൽ നിൽക്കുന്നത്. പിന്നെ റൂമിൽ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര അധികം സാധനങ്ങൾ. അതിനിടയ്ക്ക് അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ഇറച്ചിയൊക്കെ നല്ല രീതിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉമ്മയുണ്ടോ ഇറച്ചി ഉണ്ടാക്കുന്ന ആള്. ഇറച്ചി നല്ല രീതിയിൽ വെന്ത് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വാഴയിലയിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. 2 എണ്ണത്തിലാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഏകദേശം അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പെട്ടി കെട്ടണം, ഡ്രസ്സൊക്കെ മടക്കി വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ യാത്ര പറഞ്ഞിറങ്ങുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിറങ്ങി കേട്ടോ. വണ്ടി വന്നിട്ടുണ്ട്. വണ്ടിയിൽ ലഗേജൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുട്ടികളാരും എടുത്ത വീഡിയോ ആണ്, വല്ലാണ്ട് ക്ലിയർ ഒന്നുമില്ല. അപ്പോൾ ഞാനിതിവിടെ ചേർക്കുന്നുണ്ട്. ലഗേജൊക്കെ വെച്ചതിന് ശേഷം ഒന്നും കൂടെ അവന് യാത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അവനങ്ങനെ പോയി. അവരങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ കുട്ടികളാരും എടുത്ത വീഡിയോ ആണ്. അവർ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്.